വേണമെങ്കിൽ ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. An object question എഴുതണേ. an object 4 centimeter in size is placed 25 centimeter in front of a concave mirror of focal length 15 centimeter. At what distance from the mirror should a screen be placed in order to obtain a sharp image. Find the nature and size of the image. അപ്പം നേച്ചർ എന്ന് പറയുമ്പോൾ റിയൽ ആണോ വെർച്വൽ ആണോ അല്ലെങ്കിൽ ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ, പിന്നെ സൈസ് ലാർജ് സൈസ് ആണോ സ്മോൾ സൈസ് ആണോ സെയിം സൈസ് ആണോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ, റഫായിട്ടൊരു പടം വരച്ച് നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നിങ്ങളുടെ സ്റ്റെപ്പ്. അത് നിങ്ങൾ റഫായിട്ട് സൈഡിലോട്ടൊരു പടം വരച്ച് നോക്കുക. എന്തൊക്കെ തന്നിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് അതേപോലെ ഒരു പടം നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരു കോൺകേവ് മിററിൻ്റെ ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ കോൺകേവ് മിറർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും ഇല്ലേ, കോൺകേവ് മിറർ ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ കോൺകേവ് മിററിൻ്റെ നമുക്കറിയാം ഒരു എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ് നമ്മൾ വരയ്ക്കണം. അതിൻ്റെ കൃത്യം സെൻറ്റർ എന്ന് പറയുന്നത് പോളാണ്. അതിനൊരു ഫോക്കസ്, അതിൻ്റെ ലെഫ്റ്റിലോട്ടുള്ള ഫോക്കസാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് എഫ് ഫോക്കൽ പോയിൻ്റ്, ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ ആണല്ലോ. അവർ പറഞ്ഞിരിക്കുന്നത് ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വേണ്ട ഇത് 15 സെൻറ്റിമീറ്റർ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, ആൻ ഒബ്ജക്റ്റ് 4 സെൻറ്റിമീറ്റർ ഇൻ സൈസ് ഈസ് പ്ലേസ്ഡ് 25 സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എന്താണ് എ കോൺകേവ് മിറർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കി, നമുക്കറിയാം ഫോക്കൽ ലെങ്ത് 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ, സെൻറ്റർ ഓഫ് കർവേച്ചർ തൊട്ട് ദൂരമുള്ള എത്ര ആയിരിക്കും, 30 ആയിരിക്കും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോക്കൽ ലെങ്തിൻ്റെ 2 ഇരട്ടി ആയിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 30. അങ്ങനെയാണ് ഒബ്ജക്റ്റ് എവിടെ വെച്ചിരിക്കുന്നത്, 25ലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എന്താണ് ശരിക്കും ഈ പടം തന്നിരിക്കുന്നത്, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആണ് തന്നിരിക്കുന്നത്. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് സി വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജ് എങ്ങനെയായിരിക്കും കിട്ടുന്നത്, ഇമേജ് ബിയോണ്ട് സി ആയിരിക്കും കിട്ടുക. നിങ്ങളതല്ലേ വരച്ച് നോക്കിയോ റഫായിട്ട്, കണ്ടോ ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ പോകുന്നു, അടുത്ത് എന്ത് വരുന്നു, അടുത്ത് തന്നെ ഇങ്ങനെ വരുന്നു, കണ്ടോ ഇത് ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നു, കണ്ടോ ഇവിടെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ പടം ഇങ്ങനെ റഫായിട്ട് വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഇവർ ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് ഇമേജ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ്, അതായത് ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ അതിൻ്റെ നേച്ചറും സൈസും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, എന്താണ് 1/f നമുക്ക് നമ്മുടെ ജനറൽ ഇക്വേഷൻ മിറർ ഫോർമുലയാണ്. 1/f ഈക്വൽ എന്താ 1/v + 1/u ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് എഴുതാം. നോക്കിയോ, ഇവിടെ വി ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റ് എത്രയാണ് വെച്ചിരിക്കുന്നത്, ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 25 സെൻറ്റിമീറ്ററിലാണ്. അപ്പം യു എന്ന് പറയുന്നത് 25 ആയിരിക്കും.
പക്ഷേ സൈനും കൂടെ പറയണം. നമ്മൾ ലെഫ്റ്റിലോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം നെഗറ്റീവാണ്, അപ്പോൾ -25 ആണ്. അതേപോലെ തന്നെ വി നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. ഫോക്കൽ ലെങ്ത് അവർ തന്നിട്ടുണ്ട്, എത്രയാണ്? 15 ആണ്. അത് -15 എടുക്കണം, അതും ലെഫ്റ്റിലോട്ടാണ്. ഓക്കെ, അതിനിയും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് വി കണ്ടുപിടിക്കണമെങ്കിൽ വി = എന്ന് പറഞ്ഞ് ആക്കിയിട്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവൂ. അപ്പോൾ ഇവിടെ then ഇങ്ങനെ ആക്കണം, 1/f - 1/u = എത്രയാണ്? 1/v എന്ന് വരും. ഓക്കെ, ഇനിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താ? 1/f എന്ന് പറയുമ്പോഴത്തേക്കും 1/-15 ആണ്, നടുക്കൊരു മൈനസ് ഉണ്ട്, -1/u എന്ന് പറഞ്ഞാൽ എന്താ? -25 ആണ്, = 1/v. നമുക്ക് വി കണ്ടുപിടിക്കേണ്ടത്, അവിടെ നിൽക്കട്ടെ. ഇനി ഇവിടെ LCM എടുക്കണം. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് വേണ്ട ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മുകളിൽ -25 വരുന്നു, നടുക്ക് മൈനസ് അതുപോലെ ഇരിക്കുന്നു. 1 × -15 തന്നെ വരുന്നു, താഴെ -15 × -25 വരുന്നു, = 1/v. അങ്ങനെയെങ്കിൽ -25 + 15 വരുന്നു, ഡിവൈഡഡ് ബൈ 25 × 15 അല്ലേ. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അത് അല്ല വേണ്ട, ഇവിടുന്ന് തന്നെ അങ്ങ് ചെയ്യാം. -15 × 25 എന്ന് പറയുമ്പോഴത്തേക്കും പ്ലസ് എത്രയാണ്? 375 ആണ്, = 1/v. അങ്ങനെയാണെങ്കിൽ മുകളിൽ -25 + 15 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എത്ര എന്ന് കിട്ടും? -10 എന്ന് കിട്ടും. -10 ഡിവൈഡ് ബൈ 375 കിട്ടും, = എത്രയാണ്? 1/v. 1/v ആണ് ഇത് കിട്ടുന്നത്. അപ്പോൾ v കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? ഇത് നേരെ തിരിക്കണം, ഇതിനെ നേരെ തിരിക്കണം. അങ്ങനെയാണെങ്കിൽ v = എത്ര കിട്ടും? 375 ഡിവൈഡഡ് ബൈ -10 കിട്ടും. 375 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ എത്രയാണ്? 37.5 ആണ് നെഗറ്റീവ്. v = -37.5 ആണ്. ക്ലിയർ ആണല്ലോ? ഫസ്റ്റിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? ഇതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ചോദിക്കാം. നിങ്ങളപ്പം ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റഫായിട്ട് പടം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് കിട്ടും? ഒരു ഐഡിയ കിട്ടും. നോക്കിയേ, ഇവിടെ ഫോക്കൽ ലെങ്ത് 30 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഫോക്കൽ ലെങ്ത് 15 ആയിരുന്നു, സെൻറ്റർ ഓഫ് കർവേച്ചർ അപ്പോൾ 30 ആയിരിക്കും. ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 25-ലാണ്. അപ്പം 15-ൻ്റെയും 30-ൻ്റെ ഇടയ്ക്കുള്ള ഒരു നമ്പറാണ് 25. അപ്പോൾ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആണ്. അപ്പം ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് സി ആണെങ്കിൽ ഇമേജ് എന്തായിരിക്കും? ബിയോണ്ട് സി ആയിരിക്കും വരുന്നത്. അപ്പം 25-ലാണ് വെക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് 30-ന് മുകളിലോട്ടേ വരത്തുള്ളൂ. അപ്പോൾ കണ്ടോ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 37.5. ഇമേജ് ലെഫ്റ്റിലോട്ട് ആയതുകൊണ്ടാണ് അതിന് നെഗറ്റീവ് വാല്യൂ കിട്ടിയിരിക്കുന്നത്, -37.5 കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കണം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം. സാർ അത് ഈ മറ്റേ സാർ മേളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് അതിന്റെ അകത്തില്ലേ ഈ 30 അല്ലേ ഇത് മറ്റേ സെന്റർ ഓഫ് കർവേച്ചർ? അപ്പൊ നമ്മൾ 25 എന്നാണല്ലോ ഇത് റേ വരച്ചത്. 25 അതായത് സെന്റർ ഓഫ് കർവേച്ചർ അല്ലല്ലോ, ഒബ്ജക്റ്റ് ഇരിക്കുന്ന എവിടാ? അതായത് ഇത് നമ്മുടെ കോൺകേവ് മിറർ, ഇത് കോൺകേവ് മിറർ, ഇത് എന്താണ് അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ്, എന്താണ് ഇത് അതിന്റെ ഫോക്കസ്. ഫോക്കൽ ലെങ്ത് അവർ തന്നിരിക്കുന്നത് എത്ര? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഫോക്കൽ ലെങ്ത് അവർ തന്നിരിക്കുന്നത് 15 ആണ്. അപ്പം ഉറപ്പായിട്ടും അതിന്റെ ഇരട്ടി ആയിരിക്കും അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ. ഫോക്കൽ ലെങ്തിന്റെ ഇരട്ടി ആയിരിക്കും സെന്റർ ഓഫ് കർവേച്ചർ, അത് 30 ആണ്. നമ്മളോട് അവർ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് 25 വെക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ വല്ലതും ആയിരിക്കും ഇരിക്കുന്നത്, കാരണം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് വേണ്ടിയതാണ്. ഇത് 25 ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് വരച്ചാൽ നമ്മുടെ ഇമേജ് ബിയോണ്ട് സി എ വരത്തുള്ളൂ, ഇവിടെ വല്ലതും ആയിരിക്കും വരുന്നത്. ഓക്കെ ആണോ? ഇതിപ്പം ലെഫ്റ്റിലോട്ടായോണ്ടല്ലോ നമ്മൾ മൈനസ് വാല്യൂ വന്നേ. അതാണ്, എല്ലാം ലെഫ്റ്റിലോട്ട് ആയതുകൊണ്ടാണ് നെഗറ്റീവ് എടുക്കുന്നത്. പിന്നെ ഓക്കെ, ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ സാറേ. പിന്നെ മിറർ ഫോർമുലയ്ക്കകത്ത് 1/f = 1/v + 1/u. പക്ഷെ 1/v നമുക്ക് കണ്ടുപിടിക്കണ്ടേ? പക്ഷെ ഇപ്പം നമുക്ക് 1/v = 1/u - 1/f അങ്ങനെ ഇട്ട് കണ്ടുപിടിക്കാവോ? തെറ്റല്ലേ? അത് തെറ്റല്ലേ? കാരണം നമ്മുടെ ഇക്വേഷൻ എന്താ? 1/f = 1/v + 1/u. നമുക്ക് എന്തുവാ കണ്ടുപിടിക്കേണ്ടത്? 1/v v ആ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ v കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം 1/v കണ്ടുപിടിക്കണം. അപ്പോൾ 1/v കണ്ടുപിടിക്കണമെങ്കിൽ 1/v-നെ ഒരു സൈഡിൽ തന്നെ ഇടണം. അപ്പോൾ 1/യുടെ കൂടെ ഉള്ളത് 1/u ആണ്, അതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ 1/f - 1/u എന്നേ വരുള്ളൂ.
ഒരിക്കലും 1/u മൈനസ് അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? അപ്പം നിങ്ങൾക്ക് മറ്റേ രീതി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം ഈ 1/v ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പം -1/v = 1/u - 1/f എന്ന് വരും. അപ്പോൾ ഇവിടെ മൈനസ് വരും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പോകുന്നതിൽ നല്ലത് എന്താ? നമുക്ക് ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് ആ ആളിനെ അവിടെ തന്നെ ഇട്ടിട്ട് മറ്റേ ആളിനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ചെയ്യുന്നതാണ്. ഓക്കെ ആണോ? അല്ലെങ്കിൽ സൈൻ ഒക്കെ ചേഞ്ച് ചെയ്യാൻ പോകേണ്ടി വരും. ഓക്കെ, ഇനിയും നമുക്ക് അവർ പറയണം നമ്മൾ പൊസിഷൻ ആ സ്ക്രീൻ എവിടെ വെക്കേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഷാർപ്പ്. ഇനി നേച്ചറും സൈസും കണ്ടുപിടിക്കണം. നേച്ചറും സൈസും കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം, എന്നാലേ പറ്റത്തുള്ളൂ. നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ = നമുക്ക് ഇപ്പോൾ പഠിച്ച കൺസെപ്റ്റ് വെച്ചിട്ട് എന്താണ്? ഹൈറ്റ് ഓഫ് മിററിൻ്റെ ആണെങ്കിൽ -v/u ആണ് അല്ലേ? അപ്പം മാഗ്നിഫിക്കേഷൻ = എന്താ? -v എന്ന് പറയുമ്പോഴത്തേക്കും -37.5 ആണ്. u എത്ര? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 25 ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ = +37.5 / 25 എന്ന് വരും. ഓക്കെ, അപ്പം ഇതിൻ്റെ ആൻസർ നമുക്ക് എത്ര വരും? അതായത് 37.5 / 25 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1.5 ആണ് വരുന്നത്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചില്ല എന്ന് തോന്നുന്നു, അതായത് ഓഫ്ലൈൻ ബാച്ചിനെ പഠിപ്പിച്ചില്ല എന്ന് തോന്നുന്നു. മാഗ്നിഫിക്കേഷൻ നമുക്ക് >1 ആണ് കിട്ടുന്നതെങ്കിൽ ഇമേജിൻ്റെ ഇമേജ് സൈസ് ഈസ് ലാർജർ ദാൻ ഒബ്ജക്റ്റ് സൈസ് ആയിരിക്കും. ഒബ്ജക്റ്റ് സൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് മാഗ്നിഫിക്കേഷൻ 1.5 കിട്ടി. 1.5 എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനേക്കാളും വലുതാണ്. അപ്പോൾ എന്താ? അപ്പം നമുക്കെന്താ അങ്ങനെ എഴുതാം. ഇനി കുറച്ചുകൂടെ പ്രൂഫ് വേണമെങ്കിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ ഓൾറെഡി കിട്ടി. എത്രയാ? 1.5. നമുക്ക് മാഗ്നിഫിക്കേഷന് വേറൊരു ഇക്വേഷൻ ഉണ്ട്, hi/ho. നമുക്കറിയാം എന്താണ് മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ 1.5 കിട്ടി = ഹൈറ്റ് ഓഫ് ഇമേജ് / ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് അവർ തന്നിട്ടുണ്ട് 4. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 1.5 എന്ന് പറയുമ്പോഴത്തേക്കും എത്ര വരും? 4 × 1.5 എന്ന് പറയുമ്പോഴത്തേക്കും 45 ഇല്ലേ? 15 × 4 വരും, 60 വരും. 6 വരും. 6 = എന്താ? ഹൈറ്റ് ഓഫ് ഇമേജ്. നോക്കിയേ, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഇവിടെ എത്രയാ? 4. ഹൈറ്റ് ഓഫ് ഇമേജ് ഇവിടെ എത്രയാണ്? 6. 4നേക്കാട്ടിലും വലുതല്ലേ 6? അപ്പോൾ ഇമേജ് എന്തായിരിക്കും? ഇമേജ് ഈസ് ലാർജ്. കണ്ടോ? അപ്പോൾ അതും പ്രൂവ് ചെയ്തു. ഇനി വേറൊരു കാര്യം ഞാൻ ഇന്നലെ പഠിപ്പിച്ചായിരുന്നു. മാഗ്നിഫിക്കേഷൻ നമുക്ക് പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ ഇമേജ് വെർച്വലും ഇറക്റ്റും ആയിരിക്കും. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ആണോ? മാഗ്നിഫിക്കേഷൻ നമുക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഒരു സെക്കൻഡ്, അതിൻ്റെ ആൻസർ ഒന്ന് നോക്കിയോട്ടെ. ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. എന്താണെന്നറിയോ? നോക്കിയോ, നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഇവിടെ മുതൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാമേ. നമുക്ക് ആ നേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള കൺസെപ്റ്റ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാമാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. നേച്ചർ കണ്ടുപിടിക്കാനുള്ള കൺസെപ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഓൺലൈൻ ബാച്ചിനെ പഠിപ്പിച്ച് കഴിഞ്ഞതേ ഉള്ളായിരുന്നു. അതായത് മാഗ്നിഫിക്കേഷൻ നോക്കിക്കോണം. ഇത് വേണം നിങ്ങൾ എഴുതിയിട്ടോണം, സൈഡ് ലെവലിൽ എഴുതിയിട്ടോണം. മാഗ്നിഫിക്കേഷൻ = 1 ആണെങ്കിൽ ഇമേജ് സെയിം സൈസ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ >1 ആണെങ്കിൽ എൻലാർജ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ മാഗ്നിഫിക്കേഷൻ <1 ആണെങ്കിൽ എന്താണ്? സ്മോൾ സൈസ് ആയിരിക്കും. ഇത് എഴുതിയിട്ടോണം എവിടെയും. അതേപോലെ തന്നെ മാഗ്നിഫിക്കേഷന് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഇമേജിൻ്റെ നേച്ചർ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ മാഗ്നിഫിക്കേഷന് നിങ്ങൾക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ പ്രൂവ് ചെയ്ത് കാണിക്കാം. ഇതിപ്പം നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം. അവർ നേച്ചർ പറഞ്ഞിട്ടുണ്ട്, നേച്ചർ എന്താ എന്നൊക്കെ അവർ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഉള്ളതാകെ എന്താ? നമുക്കിപ്പോൾ നമ്മൾ ഇമേജ് ഡിസ്റ്റൻസ് മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട് മിററിന്. എന്താണ്? -v/u ആണ്. ഓക്കെ, നമുക്കറിയാം -v/u എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഓഫ് v നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് -37.5 ആണ്. u എന്ന് പറയുമ്പോൾ 25 ആണ്. പക്ഷേ സൈൻ ഇടാൻ ഞാൻ നേരത്തെ സൈൻ ഇടാൻ മറന്നുപോയി. യുവും സൈൻ നെഗറ്റീവ് ആണ്. കണ്ടോ? ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് ശരിക്കും
പോസിറ്റീവ് 37.5 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 25 എന്ന് വരും. അപ്പോൾ നമുക്ക് നെഗറ്റീവ് 1.5 ആയിരിക്കും കിട്ടുക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? സായി ഒക്കെ ഓക്കെ ആണോ? സായി ഓക്കെ. ഇനി ശ്രദ്ധിച്ചോ, ഇപ്പം നമുക്ക് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? സായിയോടാ, സായി. നെഗറ്റീവ്. ആ, നെഗറ്റീവ് ആണ്. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് എന്താന്നാ പറഞ്ഞത്? മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് എന്താണെന്നാ പറഞ്ഞ സായി? സ്മോൾ സൈസ്. അല്ലല്ല, അതല്ല. മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, സ്ക്രീൻ ഷെയർ ചെയ്ത് കാണത്തില്ലേ? റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ആ, അപ്പൊ നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ഇമേജിന്റെ നേച്ചർ എന്തായിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ആ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ആസ് ദ എന്താണ് മാഗ്നിഫിക്കേഷൻ ഈസ് നെഗറ്റീവ് ഇമേജ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഇനി കഴിഞ്ഞിട്ടില്ല, സൈസ് കൂടെ പറയണ്ടേ? ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ എത്ര കിട്ടിയിരിക്കുന്നത്? എത്ര? സായിയോട് തന്നെ. -1.5. ആ, സൈസ് പറയുമ്പോൾ നെഗറ്റീവ് നോക്കണ്ട കേട്ടോ. സൈസ് പറയുമ്പോൾ എന്ത് നോക്കേണ്ട ആവശ്യമില്ല, നെഗറ്റീവ് നോക്കണ്ട. 1.5 ആണോ നോക്കിയാൽ മതി. 1.5 1-നേക്കാട്ടിലും കൂടുതലാണോ കുറവാണോ 0 ഈക്വൽ ആണോ, അല്ല എന്താണ് ഈക്വൽ ടു 1 ആണോ, അതോ നമ്മൾ അവിടെ പറഞ്ഞായിരുന്നല്ലോ മുകളിൽ, ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ്, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്താണ്, ലെസ് ദാൻ 1 ആണെങ്കിൽ എന്താണ്. 1.5 എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, ഗ്രേറ്റർ ദാൻ 1 ആണോ ഈക്വൽ ടു 1 ആണോ? ഗ്രേറ്റർ ദാൻ 1. ആ, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം, മാഗ്നിഫിക്കേഷൻ വെച്ചിട്ട് സൈസ് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ആ നെഗറ്റീവ് കൺസിഡർ ചെയ്യല്ലേ. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, എന്താ നെഗറ്റീവ് 1.5 1-നേക്കാട്ടിലും ചെറിയ സംഖ്യയല്ലേ എന്നൊരു സംശയം വരും. സൈസ് പറയുമ്പോൾ ആ നെഗറ്റീവ് കൺസിഡർ ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത് ഓർത്തോണം. അപ്പോൾ ഇവിടെ എന്താണ്, ഇത് ഗ്രേറ്റർ ദാൻ എന്താണ് 1 ആണ്. അപ്പോൾ എന്തായിരിക്കും, ഇമേജ് സൈസ് ഈസ് ലാർജ്. ഇമേജ് സൈസ് ഈസ് ലാർജ്. വേണമെങ്കിൽ ഇങ്ങനെ എഴുതി ഇവിടെ നിർത്താം. അല്ലെങ്കിൽ പ്രൂവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പ്രൂവ് ചെയ്യാം. മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം -v/u ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ നമുക്ക് എന്ത് കിട്ടി? -37.5 ഡിവൈഡ് ബൈ -25 എന്ന് കിട്ടി. അപ്പം നമുക്ക് -1.5 എന്ന് കിട്ടിയായിരുന്നു. ഓക്കെ. ഇനി മാഗ്നിഫിക്കേഷൻ്റെ വേറൊരു ഇക്വേഷൻ ഉണ്ട്, എന്താ, മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു hi/ho ആണല്ലോ. അപ്പം നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ്റെ ഈ വാല്യൂ നമുക്ക് -1.5 കിട്ടിയോണ്ട് ഞാൻ -1.5 ഇവിടെ എടുത്തു. ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് 4 തന്നിട്ടുണ്ട്. ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 വരും. ഏതാ, ഹൈറ്റ് ഓഫ് ഇമേജ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിയേ, ഇവിടെ ഇമേജിൻ്റെ ഹൈറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു, പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലോട്ട് എടുക്കുന്ന ഹൈറ്റ് പോസിറ്റീവും താഴോട്ട് എടുക്കുന്ന ഹൈറ്റ് നെഗറ്റീവും ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പം സാധാരണ താഴോട്ട് എടുക്കുന്ന ഹൈറ്റുകളെല്ലാം തലതിരിഞ്ഞ ഇമേജിൻ്റെ അല്ലേ, ആണോ സായി? ആ, അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് മനസ്സിലാക്കാം, ഹൈറ്റ് ഓഫ് ഇമേജ് നെഗറ്റീവ് വന്നതുകൊണ്ട് ഇത് ഇൻവേർട്ടഡ് ഇമേജ് ആണെന്ന് മനസ്സിലാക്കാം. ഇൻവേർട്ടഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും റിയലും ആയിരിക്കും. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, ആസ് ദ ഹൈറ്റ് ഓഫ് ഇമേജ് ഈസ് നെഗറ്റീവ് ദ ഇമേജ് ഈസ് എന്താ, ഇമേജ് ഈസ് എന്താണ്, ഇൻവേർട്ടഡ് ആൻഡ് റിയൽ. ഇങ്ങനെയും എഴുതാം. ഇത് ഡയറക്റ്റ് ആൻസർ ആണ്. നമ്മൾ മറ്റേ എമ്മിൻ്റെ വാല്യൂ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നതാണ്. ഇത് ആ ഇക്വേഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്ത് എഴുതുന്ന രീതിയാണ്. രണ്ടും പഠിക്കണം. ഓക്കെ. ഇനിയും സൈസും ഇത് വെച്ചിട്ട് എഴുതാം. കാരണം നമ്മുടെ ഒബ്ജക്റ്റ് സൈസ് എത്ര, HO എത്രയാണ്, 4. HI എത്രയാണ് കിട്ടിയിരിക്കുന്നത്, 6 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 4-നേക്കാട്ടിലും വലുതല്ലേ 6. അങ്ങനെയാണെങ്കിൽ ഇമേജ് ഈസ് എന്താണെന്ന് എഴുതാം, ഇമേജ് ഈസ് ലാർജ് എന്ന് ഈ രീതിയിലും എഴുതാം. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് പറയാം. അതായത് അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. രണ്ടാമത്തെ പാർട്ടിൻ്റെ ആൻസർ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ നോക്കിയോ, ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ഇങ്ങനെയും എഴുതാം. രണ്ടിലേതെങ്കിലും എഴുതാം. നിങ്ങൾ രണ്ടും എഴുതിയിട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ആർക്കെങ്കിലും ഡീനൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഡീന് സിദ്ധാർത്ഥൊക്കെ കയറിയിട്ടുണ്ടോ?
അക്ഷിത കയറിയിട്ടില്ലേ? അക്ഷിത ദേവനന്ദയ്ക്ക് ഓക്കെ ആണോ ഇത്? ദേവനന്ദ, ആരവ്, ഐറിൻ, അൻവിൻ, അർച്ചിത, സാറേ ഓക്കെ കാർത്തിക്, ആണ് സാർ. ഓക്കെ. രോഹിത്, ദേവജിത്ത്, റിജോ, അൻകിത്ത്, ഓക്കെ സാർ. ഓക്കെ. അക്ഷിത, ഇത് ഞാൻ ചെയ്യിപ്പിക്കാൻ, അല്ല ഇത് റെക്കോർഡഡ് വീഡിയോ അയച്ചു തരാൻ കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു നമ്മൾ കേട്ടോ. അക്ഷിത ഇവിടെ ഉണ്ടോ? ഓക്കെ, ഇത് എഴുതിയെടുത്തോ? എല്ലാവരും എഴുതിയെടുത്തവരുന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഇത്ര എഴുതിയെടുത്തവരുന്ന് ഹാൻഡ് റൈസ് ചെയ്തേ പെട്ടെന്നാട്ടെ. റിജോ ഒക്കെ എഴുതിയെടുത്തോടാ മോനെ, എഴുതിയെടുത്തോ റിജോ? ഇല്ല സാർ, കുറച്ചുകൂടെ എഴുതി പെട്ടെന്ന് എഴുതിക്ക്. റിജോ ആരോ ഒക്കെ എഴുതിയോ? റിജോ ആരോ? ഓക്കെ, റിജോ കഴിഞ്ഞ മോനെ? എഴുതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. A 10 centimeter tall object is placed perpendicular to the principal axis of a convex lens of focal length 30 cm. The distance of the object from the lens is 20 centimeter. Find the ഒന്നാമത്തേത് പൊസിഷൻ, നേച്ചർ ആൻഡ് സൈസ് ഓഫ് ഇമേജ് ഫോംഡ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ റഫായിട്ട് ചുമ്മാ ഒരു പടം വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വരച്ചാൽ മതി. പടം തന്നിരിക്കുന്ന സാധനം എടുത്ത് എഴുതിയാൽ മതി. ശരിക്കും തന്നിരിക്കുന്ന സാധനം എന്താ? A 10 centimeter tall object എന്ന് പറയുമ്പോൾ അവിടെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ് തന്നിരിക്കുന്നത് 10 centimeter. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് അത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെക്കുന്നത്. അല്ലെങ്കിലും നമ്മൾ ഇതിനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒബ്ജക്റ്റ് വെക്കുന്നത്. ഓക്കെ, അത് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയൊക്കെ തന്നിരിക്കുകയാണ്. അക്ഷിത കയറിയായിരുന്നു? അക്ഷിത
ഓക്കെ നോക്കിയോ, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്, 10 സെൻറ്റിമീറ്റർ. പിന്നെന്താ അവർ പറയുന്ന ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് 30 സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് ലെൻസ് എന്നാണ്. അപ്പം ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന ദൂരമാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 30 സെൻറ്റിമീറ്റർ. നമുക്കറിയാം ഒരു കോൺവെക്സ് ലെൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൺവെക്സ് ലെൻസ് എങ്ങനെയായിരിക്കുന്നത്? ദെൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് നമുക്ക് എന്ത് ചെയ്യാം? പ്രിൻസിപ്പൽ ആക്സിസ് വേണ്ട ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, ഇനിയും ഇവിടെ നോക്കിയോളൂ, ഇവിടെ അതിൻ്റെ ഒപ്റ്റിക് സെൻറ്റർ ഇരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ എന്താ? ഇവിടെ ഫോക്കൽ ലെങ്ത്, ഇപ്പുറത്തും ഫോക്കൽ ലെങ്ത് വരയ്ക്കുക. ഇവിടെ സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇവിടെയും സെൻറ്റർ ഓഫ് കർവേച്ചർ. കോൺവെക്സ് ലെൻസിൻ്റെ റൈറ്റിലോട്ടുള്ള ഫോക്കൽ ലെങ്ത് ആണ് എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് എവിടെ വെച്ചിരിക്കുന്നത്? ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്തെങ്കിലും തന്നിട്ടുണ്ട്? ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ഫ്രം ദ ലെൻസ്, ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ഓക്കെ, 12 സെൻറ്റിമീറ്റർ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ് പെർപെൻഡിക്കുലർ ടു കോൺവെക്സ് ലെൻസ്. അയ്യോ, ഒരു സെക്കൻഡ്, ക്വസ്റ്റ്യൻ മാറിപ്പോയത് കുഞ്ഞുങ്ങളെ. എ 10 സെൻറ്റിമീറ്റർ tall object is placed perpendicular to the principal axis of convex lens of focal length 30 സെൻറ്റിമീറ്റർ എന്നാണ് കേട്ടോ. ഫോക്കൽ ലെങ്ത് 30 സെൻറ്റിമീറ്റർ എന്നാണേ. അതൊന്ന് ആഡ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കറിയാം അവർ ഓൾറെഡി ഫോക്കൽ ലെങ്ത് ഏത് ഫോക്കൽ ലെങ്ത് ആ കോൺവെക്സിൻ്റെ എടുക്കുന്നതെന്ന് അറിയാമോ? റൈറ്റിലോട്ടുള്ള ഫോക്കൽ ലെങ്താണ് എടുക്കുന്നത്. ഇത് അവർ തന്നിരിക്കുന്നത് എത്രയാണ്? 30. റൈറ്റിലോട്ട് ആയതുകൊണ്ട് അത് എത്രയായിരിക്കും? പോസിറ്റീവ് 30 ആയിരിക്കും. അപ്പം എഫ് ഈസിക്കലും നമുക്ക് എന്തെന്ന് എടുക്കാം? പോസിറ്റീവ് 30 എന്ന് എടുക്കാം. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ഫ്രം ദി ലെൻസ് ഈസ് 20 ആണ്. അപ്പം ഫോക്കൽ ലെങ്ത് 30 ആണെങ്കിൽ ഒബ്ജക്റ്റ് എന്താണ്? സെൻറ്റർ ഓഫ് കർവേച്ചർ എത്രയായിരിക്കും? 60 ആയിരിക്കും അല്ലേ? അപ്പം ഒബ്ജക്റ്റ് ഇവിടെ എത്രയാണ് വെച്ചിരിക്കുന്നത്? ഒബ്ജക്റ്റ് 20 സെൻറ്റിമീറ്ററിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 20 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 30 വരെയുണ്ട് ഫോക്കൽ ലെങ്ത്. അപ്പോൾ 20ലാണ് വെച്ചിരിക്കുന്നത്. ഇതും 30 തന്നെയല്ലേ? ഫോക്കൽ ലെങ്ത് കൺസിഡർ ചെയ്യുന്നത് റൈറ്റിലോട്ടുള്ള ആണെങ്കിലും ഇങ്ങോട്ടും 30 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഫോക്കൽ ലെങ്തിനും എന്താണ്? ഇതിന് ഇടയ്ക്കാണ് 20 വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടെയാണ് ഒബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒപ്റ്റിക് സെൻറ്ററിൻ്റെ കേസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എന്തേ വരത്തുള്ളൂ? ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഓടെ കേസിൽ വരുന്നത് വെർച്വലും ഇറക്റ്റും ആയിട്ടുള്ള ഇമേജുകളെ വരുള്ളൂ ഇല്ലേ? അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രൂവ് ചെയ്യണം. നമ്മൾ ഓൾറെഡി റേ ഡയഗ്രാം വരച്ചപ്പോൾ നമ്മളത് മനസ്സിലാക്കിയാണ് എങ്ങനെയാണ് വരുന്നത്. രണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈറ്ററേ വരും, അത് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യും, പിന്നെ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ അതിന് ഇങ്ങനെ പോകും. ഇത് നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇത് കണ്ടോ, നമ്മളന്ന് പറഞ്ഞായിരുന്നു ഈ ലെൻസിനകത്തൂടെ നോക്കിയാൽ മാത്രമേ ഈ ഒബ്ജക്റ്റിനെ കാണുള്ളൂ. കൈനോട്ടക്കാരൊക്കെ നോക്കുന്ന കേസാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്, അതേപോലെ ഇമേജ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്? 20 അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ലെഫ്റ്റിലാണ്, അതുകൊണ്ട് -20 എന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. വി കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ എന്താ? നമുക്കറിയാവുന്ന ഇക്വേഷൻ ലെൻസ് ഫോർമുലയാണിത്. അപ്പോൾ 1/f = 1/v - 1/u ആണ് ലെൻസ് ഫോർമുല. അതിൽ നമുക്ക് വി ആ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കൊണ്ട് ഈ -1/u-നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ 1/f + 1/u = എന്ന് വരും? 1/v എന്ന് വരും. ഇനിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എപ്പോഴും കണ്ടുപിടിക്കേണ്ട സാധനം ഇങ്ങോട്ടും അങ്ങോട്ടും കൊണ്ടുവന്നിട്ട് മാത്രമേ അതിനകത്ത് ഈ നമ്പർ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവൂ കേട്ടോ. അല്ലെങ്കിൽ അവിടെ എന്ത് വരും? കൺഫ്യൂഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്തുവാണോ കണ്ടുപിടിക്കേണ്ടത് അത് ഇക്വേഷനിൽ നിന്ന് ആദ്യം അത് എഴുതിയിട്ട് മാത്രമേ ഇത് കണ്ടുപിടിക്കാവൂ. ഇപ്പോൾ 1/f എന്ന് പറയുമ്പോൾ 1/30 ആണ്. 1/30 + 1/u എന്ന് പറയുമ്പോൾ 1/-20 ആണ്. ഈസിക്കലും എത്രയാണ്? 1/v എന്ന് വരും. അപ്പം ഈ 1/-20 എന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവ് നടുക്കോട്ട് വരുമ്പം 1/30 - 1/20 എന്ന് വരും. ഈസിക്കൽ ടു 1/v എന്ന് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്കറിയാം LCM എടുക്കാൻ വേണ്ടി ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യാം, ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യാം, ഇത് തമ്മിൽ ക്രോസ് ചെയ്യാം. അപ്പോൾ 20 - 30 / 30 × 20 30 × 20 എന്ന് വരും. ഈസിക്കലും എത്രയാണ്? 1/v. അങ്ങനെയാണ് 20 - 30 എന്ന് പറയുമ്പോൾ എത്രയാണ്? -10 ആണ്. / എത്രയാണ്? 30 × 20 എന്ന് പറയുന്നത് എത്രയാണ്? 30 × 600 ആണ്. അപ്പം ഇതെന്ത് വരും? 600 വരും. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? 1/v = -1/60 എന്ന് വരും. 1/v = -1/60. അപ്പോൾ നമുക്ക് എന്താ വി എത്ര വരും? വി എന്ന് പറയുമ്പോൾ -60/1 എന്ന് വരും. -60 സെൻറ്റിമീറ്റർ. കണ്ടോ, വി നെഗറ്റീവ് വന്നു. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? വി നെഗറ്റീവ് വന്നെങ്കിൽ അതിനർത്ഥം എന്താ? വിയും ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർത്തോണം. കണ്ടോ, നമുക്കറിയാം ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്, നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ വി നെഗറ്റീവ് കിട്ടി, കൺഫേം ചെയ്യാം. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ ആണ്. ഓക്കെ, ഇനി അത് പ്രൂവ് ചെയ്ത് കാണിക്കണം. നമുക്കറിയാം പ്രൂവ് ചെയ്യണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. മാഗ്നിഫിക്കേഷൻ ഈസിക്കലും എന്താ? ലെൻസിൻ്റെ കേസിൽ വെറും v/u എടുത്താൽ മതി. മിററിൻ്റെ കേസിലാണ് -v/u. അപ്പോൾ വിയുടെ ആൻസർ ഇവിടെ -60 ആണ്. യുവിൻ്റെ ആൻസർ എത്രയാണ്?
യു എന്ന് പറയുമ്പോൾ -20 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, -20. ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ മൈനസും കട്ട് ചെയ്യുമ്പോൾ മാഗ്നിഫിക്കേഷൻ 6/2 എന്ന് പറയുന്നത് 3 കിട്ടി. ഓക്കെ, ഇനി അതവിടെ കിടക്കട്ടെ. നമുക്ക് മാഗ്നിഫിക്കേഷൻ 3 കിട്ടി. വേണമെങ്കിൽ ഈ വാല്യൂ എന്ന് തന്നെ എഴുതാം. എന്താണ് ഇമേജ്? എന്താണ് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ വെർച്വലി കറക്റ്റും ആയിരിക്കും. പിന്നെ എന്താണ് മാഗ്നിഫിക്കേഷൻ >1 ആയതുകൊണ്ട് തന്നെ സൈസ് ലാർജ് ആയിരിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണെന്ന് എഴുതാം? പ്രൂവ് ചെയ്യണം. എന്താ? രണ്ടാമത്തെ വെച്ചിട്ട് മാഗ്നിഫിക്കേഷൻ ഈക്വൽ എന്താ? HI/HO. അതുകൊണ്ടാണ് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് അവിടെ തന്നിരിക്കുന്നത്. അപ്പം 3 = നമുക്ക് എന്താണെന്ന് എഴുതാം? 3 = HI/ എന്താ? HO ആണ്. HO എന്ന് പറയുമ്പോൾ എത്ര തന്നിട്ടുള്ളത്? 10 ആണ്. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 30 = എന്താന്ന് വരും? HI എന്ന് വരും. അതായത് ഹൈറ്റ് ഓഫ് ഇമേജ് എത്ര കിട്ടി? 30. ഓക്കെ, അതായത് പോസിറ്റീവ് 30. അപ്പം ഹൈറ്റ് ഓഫ് ഇമേജ് നമ്മൾ എപ്പോഴും വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ താഴോട്ടാണ് വരയ്ക്കുന്നത് അല്ലേ? മോസ്റ്റ് പ്രോബബിൾ കേസിലും എന്ത് തന്നെയാണ്? താഴോട്ടാണ്. അപ്പം ഹൈറ്റ് നെഗറ്റീവാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഹൈറ്റ് പോസിറ്റീവ് വന്നാൽ അതിനർത്ഥം എന്തുവാ? ഹൈറ്റ് മുകളിലാണെന്ന് തന്നെ അർത്ഥം. അപ്പോൾ ഒബ്ജക്റ്റ് മുകളിലോട്ടാണ്, ഹൈറ്റ് മുകളിലോട്ടാണെങ്കിൽ നേരെ തന്നെ ആയിരിക്കും ഇമേജ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം: ആസ് ഹൈറ്റ് ഈസ് പോസിറ്റീവ്, ആസ് ഹൈറ്റ് ഈസ് പോസിറ്റീവ് എന്താണ്? ഇമേജ് എന്തായിരിക്കും? ഇമേജ് ഈസ് എന്തായിരിക്കും? ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 10 ആണ്. ഹൈറ്റ് ഓഫ് ഇമേജ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ ഒബ്വിയസ്ലി എന്താണ്? ഇമേജ് സൈസ് ഒബ്ജക്റ്റ് സൈസിനെക്കാളും വലുതാണ്. അപ്പോൾ എന്തെന്ന് എഴുതാം? ഇമേജ് ഈസ് എൻലാർജ്ഡ് എന്ന് എഴുതാം. കണ്ടോ? കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പെട്ടെന്ന് ആയിക്കോട്ടെ. ശ്രേയൊക്കെ ഓക്കെ ആണോ? ശ്രേയ ഓക്കെ. ഓക്കെ. എലിജ ഓക്കെ ആണോ? ദേവനന്ദ, സായി ഒക്കെ ഓക്കെ ആണോ? അർച്ചിത ഓക്കെ സാർ. ഓക്കെ. ഓക്കെ. റിജോയും ആരവ് ഓക്കെ ആണോ? റിജോ, ആരവ്, അൻകിത്ത്, അൻവിന്, ഡീന്. ഓക്കെ. അക്ഷിത കേറിയായിരുന്നോ? അക്ഷിത കേറി. ഓക്കെ ആണോ? ആണ്. റിജോ എഴുതിയെടുത്തോ? എല്ലാവരും എഴുതിയെടുത്തോ? റിജോ ആരവ് എഴുതിയോ? ആരവ് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. A convex mirror used on an automobile has 3 meter radius of curvature. 3 meter radius of curvature. If a bus is located at 5 meter from this mirror, find the position, nature and size of the image. A
ഏതൊരു റേ ഡയഗ്രാം തന്നാലും നമ്മൾ റഫായിട്ടൊരു പടം വരയ്ക്കുന്നത് കുറച്ച് നന്നായിരിക്കും. നിങ്ങൾക്കപ്പോൾ ഓട്ടോമാറ്റിക്കലി വരാൻ പോകുന്ന ആൻസർ എന്താണെന്ന് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾ റേ ഡയഗ്രാംസ് നന്നായിട്ട് പഠിച്ചാൽ. അപ്പം ഇവിടെ ഒരു കോൺവെക്സ് മിററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോൺകേവ് മിററാണ് യൂഷ്വലി നമ്മൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് കിട്ടുന്നത്. അതായത് കോൺവെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് കിട്ടുന്നതെന്ന് തന്നെ ആദ്യം തന്നെ മനസ്സിലാക്കിക്കോണം. ഓക്കെ, അപ്പോൾ കോൺകേവ് മിറർ ഇതുകൊണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, രണ്ട് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. ഇനിയും അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുമ്പം ഈ വരയ്ക്കണമെന്നൊരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി വരയ്ക്കാനേ പറഞ്ഞുള്ളൂ. ഇതാണ് അതിൻ്റെ പോള്, ഇതാണ് അതിൻ്റെ പോള്. ഈ കോൺവെക്സ് മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ എപ്പോഴും അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് എപ്പോഴും കർവേച്ചർ എങ്ങോട്ടാണോ അങ്ങോട്ടോ വേണം എടുക്കാൻ. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഫോക്കൽ പോയിന്റ്, ഇതായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇതായിരിക്കും അതിൻ്റെ ഫോക്കൽ ലെങ്ത് സ്മോൾ എഫ്. ഓക്കെ, അപ്പോൾ കോൺവെക്സ് മിറർ 3 മീറ്റർ റേഡിയസ് ഓഫ്, അപ്പോൾ അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുമ്പോൾ എത്ര? 6 എന്ന് പറയുന്നത് 3 അതായത് ഇവിടെ നിന്ന് ആ സെൻറ്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ഈ ദൂരം അവർ 3 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇഫ് എ ബസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് 5 മീറ്റർ ഫ്രം ദ മിറർ, അപ്പം ബസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ? 5 മീറ്റർ ദൂരത്തിലാണ്. കണ്ടോ, 5 മീറ്റർ ദൂരത്തിൽ ഒരു ഒബ്ജക്റ്റ് നിൽക്കുകയാണ്. 5 മീറ്റർ ദൂരത്തിൽ ഒരു ഒബ്ജക്റ്റ് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ കണ്ടുപിടിക്കണം, നേച്ചർ കണ്ടുപിടിക്കണം, സൈസും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 തന്നിട്ടുണ്ട്. ലെഫ്റ്റിലോട്ടാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് കൊണ്ട് -5 സെൻറ്റിമീറ്റർ ആണ് എടുക്കേണ്ടത്. അടുത്തത് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് 3 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം. 3 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും 300 സെൻറ്റിമീറ്ററാണ്. 300 സെൻറ്റിമീറ്ററാണ്. 300 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? 300 സെൻറ്റിമീറ്റർ അതവിടെ നിൽക്കട്ടെ. അപ്പം റേഡിയസ് ഓഫ് കർവേച്ചർ 300 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് വേണ്ടത് ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത് റേഡിയസ് ഓഫ് കർവേച്ചർ ബൈ 2 ആണ്. അപ്പം 300 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പം 150 സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ ഫോക്കൽ ലെങ്ത് വരുന്നുണ്ടാവുക. അയ്യോ, ഇത് 5 മീറ്റർ എന്നാണല്ലോ എല്ലാം തന്നിരിക്കുന്നത് അല്ലയോ, 5 മീറ്റർ. അപ്പോൾ ഇതിനെയും യുവിനെയും മാറ്റണം കേട്ടോ, സെൻറ്റിമീറ്ററിലോട്ടാക്കണം കേട്ടോ. അപ്പം ഇതിനെ വേണമെങ്കിൽ, കാരണം നമ്മൾ മീറ്റർ വേണമെങ്കിലും കണ്ടുപിടിക്കാൻ, എന്നിട്ട് ഫൈനലി മാറ്റിയാലും മതി, പ്രശ്നമൊന്നുമില്ല. സെൻറ്റിമീറ്റർ വേണം, സെൻറ്റിമീറ്റർ മീറ്റർ വേണം. പക്ഷെ നമുക്ക് യൂഷ്വലി നമ്മുടെ ആൻസറൊക്കെ കിടക്കുന്നത് അതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ എങ്ങനെ വേണേൽ ചെയ്യാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് യു എന്ന് പറയുന്നത് -5 മീറ്റർ ആണ്. അപ്പം നെഗറ്റീവ് എന്തെന്ന് എടുക്കാം? 500 സെൻറ്റിമീറ്റർ എന്ന് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ ആണല്ലോ, എല്ലാം മീറ്ററിലാണ്, മീറ്ററിനെ സെൻറ്റിമീറ്ററിൽ മാറ്റി. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മീറ്റർ തന്നെ ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്താൽ മതി, മാറ്റിയാലും മതി, അല്ലെങ്കിൽ യൂണിറ്റ് മീറ്ററായിട്ട് തന്നെ ഇട്ടിട്ട് ആൻസർ എഴുതിയാലും മതി, പ്രശ്നമില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ മീറ്ററും സെൻറ്റിമീറ്ററും അങ്ങനെ പ്രശ്നമില്ല. പക്ഷേ എല്ലാം നമ്മൾ ഏത് യൂണിറ്റ് ചെയ്യുവാണെങ്കിലും നമ്മളത് രണ്ടും സെയിം യൂണിറ്റിലാക്കി വേണം ചെയ്യാൻ. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് പൊസിഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ വി കണ്ടുപിടിക്കണം. നമുക്കറിയാം മിറർ ആയതുകൊണ്ട് തന്നെ മിറർ ഫോർമുലയാണ് 1/f = എത്രയാണ്? 1/v + 1/u ആണ്. അതിൽ 1/v ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം 1/f - 1/u = എത്രയാണ്? 1/v എന്ന് വരുന്നു. 1/f എന്ന് പറയുമ്പോൾ എത്രയാണ്? എഫ് എന്ന് പറയുമ്പോൾ 150 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1/150 സെൻറ്റിമീറ്റർ മൈനസ് 1/u എന്ന് പറയുന്നത്, യു എന്ന് പറയുന്നത് 500 ആണ്. അപ്പോൾ -500 = 1/v എന്ന് വരുന്നു. അപ്പോൾ നമുക്കറിയാം ഈ നെഗറ്റീവും കൂടെ ചേർന്ന് പോസിറ്റീവ് ആവും. അങ്ങനെയാണെങ്കിൽ 1/150 + 1/500 = 1/v. എൽസിഎം എടുക്കുക, ഇതിങ്ങോട്ടും ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 500 + 150 / 150 × 500 എന്ന് വരും, = 1/v. അങ്ങനെയാണെങ്കിൽ നമുക്ക് 500 + 150 650 ആണ്. ഡിവൈഡഡ് ബൈ 15 × 5 എന്ന് പറയുമ്പോഴത്തേക്കും 75 ആണ്. 75 പിന്നെ 3 0 കൂടി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു 0 കട്ട് ചെയ്യുന്നു, 1/v. അപ്പോൾ 1/v 65/750 ആണെങ്കിൽ v എത്ര വരും? 7500 / 65 എന്ന് വരും. ഇത് നേരെ തിരിക്കണം, 7500 / 65 എന്ന് പറയുമ്പോൾ v എന്ന് വരും, v/1 ആവും. അതിനെ v = നമുക്ക് എന്തെന്ന് എഴുതാം? v = 7500 / എത്രയാണ്? 65 എന്ന് വരും. അത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ചെയ്തിട്ട് v എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. v പോസിറ്റീവ് ആവാൻ കാരണം എന്താ? v ഇവിടെ അപ്പുറത്തെ സൈഡിലാണ് ഉണ്ടാകുന്നത്. ഏതാ? ഫോക്കൽ ലെങ്തിൻ്റെ ആ സൈഡിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഓർത്തോണം. നമുക്ക് വിയുടെ ആൻസർ ഒന്ന് നോക്കിയോട്ടെ, ഒരു സെക്കൻഡ്.
ഓക്കെ 115 ഈസിക്വൽ ടു 115 സംതിങ് കിട്ടുവേ 115.3 എടുക്കാം. അത്രയും സെൻറ്റിമീറ്ററാണ് വി. ഓക്കെ ആണല്ലോ. അപ്പോൾ വി നമുക്ക് പോസിറ്റീവാണ് കിട്ടിയത്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷൻ ഈസിക്കൽ നമുക്കറിയാം മിറർ ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് വി ബൈ യു ചെയ്യേണ്ടി വരും. അപ്പം നെഗറ്റീവ് ഓഫ് വി എന്ന് പറയുമ്പോൾ എത്ര 115.3 ആണ്. ഡിവൈഡഡ് ബൈ യു എത്ര കിട്ടും? യു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര കണ്ടുപിടിച്ച് അല്ല ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് യു എന്ന് പറയുമ്പോൾ -500 ആണെന്നിരിക്കുന്നത്. -500 ആണെന്നിരിക്കുന്നത്. മൈനസും മൈനസും വെട്ടിപ്പോയി. അപ്പം 115.3 ഡിവൈഡഡ് ബൈ 500 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.23 ആണ് കിട്ടുന്നത്. അപ്പോൾ നോക്കിയേ ഈ മാഗ്നിഫിക്കേഷൻ ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വേണം നിങ്ങൾക്ക് എഴുതാം ആസ് എന്താ മറ്റേ അതൊന്നും കണ്ടുപിടിക്കാൻ പോകണ്ട. കാരണം എന്താ ഇവിടെ ഹൈറ്റ് ഓഫ് ഇമേജോ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റോ തന്നിരിക്കുകയാണെങ്കിൽ മാത്രം മറ്റേ HI/HO വെച്ചിട്ട് പ്രൂവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ വെച്ചിട്ട് അങ്ങ് കംപ്ലീറ്റ് അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എഴുതാം ആസ് മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ്. ഇമേജ് എന്തായിരിക്കും? ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ്. അതേപോലെ തന്നെ ആസ് മാഗ്നിഫിക്കേഷൻ എന്താ ഇത് ലെസ് ദാൻ 1 ആണ് അല്ലേ? കാരണം 1-നേക്കാളും ചെറുതാണ് 0 ആണ്. ആസ് മാഗ്നിഫിക്കേഷൻ ഈസ് ലെസ് ദാൻ 1 എന്താണ്? സൈസ് ഓഫ് ഇമേജ് സൈസ് ഈസ് സ്മോൾ. ഇമേജ് സൈസ് ഈസ് സ്മോൾ. അപ്പം നേച്ചറുമായി പൊസിഷനുമായി സൈസുമായി. ഓക്കെ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അൻകിത്തെ നീ നിനക്ക് ഡൗട്ട് ഉണ്ടായിരുന്നതൊക്കെ മാറി തുടങ്ങിയോ? ഈ ഇതിനകത്ത് എന്തോ ഡൗട്ട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ സാറേ, അതാ സൈനിന്റെ ഒക്കെ പ്രശ്നമായിരിക്കും. പിന്നെ അതേപോലെ മാഗ്നിഫിക്കേഷന്റെ ഒക്കെ പ്രശ്നമായിരുന്നു. അത് ഡൗട്ട് ആയിരുന്നു. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ. എന്താണ് ഡൗട്ട് വരുന്നതെന്ന് എഴുതി ഇട്ടിട്ട് ചോദിക്കണം എന്നോട്. മനസ്സിലായോ? ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ മറ്റേ HI/HO ഒന്നും വെച്ച് ചെയ്യാത്തതെന്നറിയോ? അങ്ങനെ ചെയ്താലും ഇത് കിട്ടും. പക്ഷേ നമുക്കിവിടെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ മാഗ്നിഫിക്കേഷൻ്റെ അത് വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതിയാൽ മതി. മറ്റേ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് തരുമ്പോഴാണ് അത് വെച്ചിട്ടും കൂടെ ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മാഗ്നിഫിക്കേഷൻ വെച്ചിട്ട് ചെയ്യാം. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ക്ലിയർ ആണോ? ഓക്കെ, ഒറ്റ ക്വസ്റ്റ്യനോടെ ചെയ്യിപ്പിക്കാമേ. ഒരു ക്വസ്റ്റ്യനോടെ ചെയ്യിപ്പിക്കാൻ നോക്കിയോളൂ.
നമുക്ക് ഒരു ക്ലാസ് കൂടെ വേണം കേട്ടോ ഫിസിക്സിൻ്റെ ന്യൂമറിക്കൽ ചെയ്യാൻ. വേറെ കുറച്ച് ടൈപ്പ് കൂടെ ചെയ്യണം. ഒരു ക്ലാസ് അല്ല 2-3 ക്ലാസ് വേണ്ടി വരും ന്യൂമറിക്കൽ ചെയ്യാനായിട്ട്. എന്നാലും നമുക്ക് നോക്കാം, ഒരു ക്ലാസ്സും കൊണ്ട് കൂടെ നമുക്കൊന്ന് റെഡിയാക്കി തീർക്കാം. ഞാനിപ്പോൾ ഈ തരുന്ന ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നോക്കിക്കോളൂ. എഴുതിക്കോ. എ 5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ടോൾ ഒബ്ജക്റ്റ് 5 സെൻറ്റിമീറ്റർ ടോൾ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് perpendicular to the principal axis of a convex lens of focal length 20 centimeter. The distance of the object from the lens is 30 centimeter. Find position, nature and size of image. ഇവിടെ നോക്കി എ 5 സെൻറ്റിമീറ്റർ ടോൾ ഒബ്ജക്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ എഴുതാം. അത് അങ്ങനെ വേണേൽ എഴുതാൻ, കുഴപ്പമില്ല. ഒന്നും അറിയത്തില്ലെങ്കിൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചിട്ട് v/u വെച്ചിട്ട് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ട് hi/h വെച്ചിട്ട് ഹൈറ്റ് ഓഫ് ഇമേജ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, വെർച്വൽ ഇറക്റ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ. അതേപോലെ തന്നെ ഹൈറ്റ് ഓഫ് ഇമേജും ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് കൂടെ നോക്കിയിട്ട് ആർക്കാണോ സൈസ് കൂടുതൽ നോക്കിയിട്ട് വേണം സൈസിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട്. ഓക്കെ, പ്രൊവൈഡഡ് എന്താ, ഇവിടെ ആ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് തന്നിരിക്കുന്നത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ ഈ ലെൻസാണ്. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഓർത്തോണം. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് റൈറ്റിലോട്ടുള്ള ഫോക്കസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഫോക്കസാണ്, ഈ ഫോക്കൽ ലെങ്ത് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സെൻറ്റർ ഓഫ് കർവ്. എന്നിട്ട് ഇപ്പുറത്ത് അതില്ല എന്നല്ല അർത്ഥം. കൺസിഡർ ചെയ്യുന്ന ഫോക്കസ് ഇതാണ്, ഇങ്ങോട്ടുള്ളതാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്. എഫ് എത്രയാണ്, 20 എന്നാണ് തന്നിരിക്കുന്നത്, 20 സെൻറ്റിമീറ്റർ. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് തന്നിരിക്കുന്നത് യു 30 ആണ്. അപ്പം നമുക്കറിയാമല്ലോ ഒബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിലാണ് വെക്കുന്നത്, ഒബ്ജക്റ്റ് നെഗറ്റീവാണ്. പിന്നെ അതേപോലെ തന്നെ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്, എത്രയാണ്, 5 ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് മുകളിലാണ്, ഓൾറെഡി ഒബ്ജക്റ്റ് മുകളിലാണല്ലോ വെക്കുന്നത്, അതുകൊണ്ടാണ് +5 സെൻറ്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് വി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്താ, 1/f = ലെൻസ് ആയതുകൊണ്ട് 1/v - 1/u ആണ് ലെൻസ് ഫോർമുല. അങ്ങനെയാണ് വി കണ്ടുപിടിക്കാൻ വേണ്ടി ഈ യുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. 1/f പ്ലസ് എത്രയാണ്, 1/u = എത്രയാണ്, 1/v. 1/f എന്ന് പറയുമ്പോൾ 1/20 ആണ്, 1/20 ആണ്. പ്ലസ് 1/- 1/u എന്ന് പറയുമ്പോൾ എത്രയാണ്, 1/-30 ആണ്, = 1/v. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിങ്ങോട്ടും ഇത് തമ്മിലും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം -30. ഇവിടെ എന്താണോ കിടക്കുന്നത് അതിനെ വേണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വിത്ത് സൈൻ. ഓക്കെ, -30. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സൈൻ നടുക്കോട്ടാക്കുക, കുഴപ്പമൊന്നുമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. എന്നാലും -30 ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക, +20 ഇവിടെ കൊണ്ടുവരിക, /20 × -30 = 1/v. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, 1/20 ഈ നെഗറ്റീവ് സൈൻ നടുക്കോട്ട് കൊണ്ടുവരുമ്പോൾ -1/30 എന്ന് വരും. എന്നിട്ട് ഈ 30നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എങ്ങനെ ചെയ്താലും ഒരേ ആൻസറാണ് കിട്ടുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ നിൽക്കട്ടെ. ഇനിയും നമുക്ക് -30 + 20 ചെയ്യുമ്പോഴത്തേക്കും -10 വരുന്നു, /20 × 30 എന്ന് പറയുമ്പോഴത്തേക്കും 600 ആണ്, -600 എന്ന് വരുന്നു, = 1/v. ഇതും കട്ട് ചെയ്ത് പോയി. അപ്പം മൈനസും കട്ട് ചെയ്ത് പോയി. 1/60 = 1/v എന്ന് വരുന്നു. അവിടുന്ന് v = +60 എന്നാണ് വരുന്നത്, +60 സെൻറ്റിമീറ്റർ. അപ്പോൾ വി കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി എം കണ്ടുപിടിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പം m = എന്താ, m =
ലെൻസ് ആയതുകൊണ്ട് v/u ചെയ്താൽ മതി. v ഇവിടെ 60 ആണ്, u എന്ന് പറയുമ്പോഴത്തേക്കും 20 ആണ് അല്ലേ? ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്താണോ നമ്മൾ? ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്താണോ മക്കളെ? ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്താണോ എന്ന് ചെക്ക് ചെയ്തേ, അതോ നമ്പർ മാറ്റിയാണോ തന്നെ? സായി ഒന്ന് നോക്കാമോ? സായി സർ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് വേറെ. വേറെ? ഓക്കെ. അപ്പോൾ കുഴപ്പമില്ല, ചെയ്തോ. അപ്പം നമുക്ക് m = v/u ആണ്. അപ്പം v/u എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് -30 ആണ് ഇല്ലയോ? -30 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 60 എന്തെന്ന് വരുന്നു? 60 -30 എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് -2 എന്ന് വരുന്നു. അപ്പോൾ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ നിന്നേ നമുക്ക് പറയാം എന്താണ്, ഇമേജ് റിയലും ഇൻവേർട്ടഡും ആണെന്ന് നമുക്ക് വേണമെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിൽ റിയലും ഇൻവേർട്ടഡും ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, ഇവിടെ ഹൈറ്റ് തന്നിരിക്കുന്നതുകൊണ്ട് തന്നെ മറ്റേ രീതിയിൽ അത് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എടുക്കുകയാണ്, hi/ho. ഇവിടെ -2 = hi കണ്ടുപിടിക്കണം. hi എന്ന് പറയുന്നത് നമുക്ക് ho ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? ഹൈറ്റ് ഓഫ് ഇമേജ് 5 എന്നാണ് തന്നിരിക്കുന്നത്. ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഹൈറ്റ് ഓഫ് ഇമേജ് എന്ത് വരുന്നു? ഹൈറ്റ് ഓഫ് ഇമേജ് എന്ന് പറയുന്നത് -10 സെൻറ്റിമീറ്റർ എന്ന് വന്നു. ഹൈറ്റ് ഓഫ് ഇമേജ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം ഹൈറ്റ് ഇങ്ങനെയുമാണ് ഹൈറ്റ് വരുന്നത്. മുകളിലോട്ട് വരുന്ന ഹൈറ്റ് പോസിറ്റീവും താഴോട്ട് വരുന്ന ഹൈറ്റ് നെഗറ്റീവാണ്. കണ്ടോ? അപ്പം എന്തായാലും നെഗറ്റീവ് ഹൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ഇമേജ് താഴോട്ടായിരിക്കുന്നതെന്ന് അർത്ഥം. അപ്പം അത് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇൻവേർട്ടഡ് ആണെങ്കിൽ നേച്ചർ എന്തായിരിക്കും? റിയലും ഇൻവേർട്ടഡും ആയിരിക്കും ഇല്ലയോ? അപ്പം നമുക്ക് എന്ത് എഴുതാം? ആസ് എന്താണ്? ആസ് ഹൈറ്റ് ഈസ് എന്താണ്? ഹൈറ്റ് ഓഫ് ഇമേജ് ഈസ് നെഗറ്റീവ് എന്താണ്? ഇറ്റ് ഈസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ഇനി നമുക്കറിയാം ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് തന്നിരിക്കുന്നത് 5 ആണ്, ഹൈറ്റ് ഓഫ് ഇമേജ് തന്നിരിക്കുന്നത് 10 ആണ്. അവിടെ സൈൻ നോക്കേണ്ട ആവശ്യമില്ല. കണ്ടോ? അപ്പോൾ 5-നേക്കാട്ടിലും വലുതാണ് എന്ത്? 10. അതുകൊണ്ട് തന്നെ ഇമേജ് ഈസ് എന്താണ്? ലാർജ് ആണ്. ഇനി ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഗ്രേറ്റർ ദാൻ 1 ആണോ ലെസ് ദാൻ 1 ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണം അവിടെ നിന്ന് എഴുതാം. പക്ഷെ ഇവിടെ ഹൈറ്റ് തന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണോ? അർച്ചിത ക്ലിയർ ആണോ? അർച്ചിത ഒന്ന് സംസാരിക്കാമോ? അർച്ചിത ഇവിടെ ഉണ്ടോ? അർച്ചിത കേട്ടില്ല. ഓക്കെ. പിന്നെ രോഹിത് എങ്ങനെയുണ്ടാ? രോഹിത് ക്ലിയർ ആയി സാർ. ഓക്കെ. ദേവജിത്ത് ഉണ്ടോ? യെസ് സാർ. ഓക്കെ. പിന്നെ റിജോയോ ആരവും പറഞ്ഞേടാ. ഓക്കെ. ഐറിൻ ഉണ്ടോ ഇവിടെ? മനസ്സിലായി സർ. ഓക്കെ ഗുഡ്. അക്ഷിത മനസ്സിലായി. അടുത്തത് ആരാ? ശ്രേയ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. എലീജ ഡീൻ പറഞ്ഞേ.